അക്ഷരമുറ്റം ക്വിസ് 2026 വേണ്ടി തയ്യാറാകാം. കഴിഞ്ഞ വർഷം 2025 നവംബറിൽ നടന്ന മെഗാ ഫൈനൽ മെയിൻ റൗണ്ടിലെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1991 ഭരതം എന്ന ചിത്രത്തിന് മോഹൻലാൽ മികച്ച നടനുള്ള തൻ്റെ ആദ്യ ദേശീയ അവാർഡ് നേടിയപ്പോൾ ദേശീയ ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാൻ ആയിരുന്ന പ്രശസ്ത സംവിധായകന്റെ പേര്? അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തിന് 2004 ഫാൽക്കെ അവാർഡ് ലഭിച്ചിരുന്നു. വിപ്ലവ താരം VS 2025 അന്തരിച്ചു. മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം നിയമസഭയിൽ മലമ്പുഴ മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചിരുന്നത്. 2 മുഖ്യമന്ത്രിമാരെ സംഭാവന ചെയ്ത ഏക മണ്ഡലമാണ് മലമ്പുഴ. മലമ്പുഴയിൽ നിന്ന് നിയമസഭയിൽ അംഗമായ ആദ്യ മുഖ്യമന്ത്രി ആരാണ്? EK നായനാർ. അദ്ദേഹം 3 തവണകളിലായി 11 വർഷം കേരള മുഖ്യമന്ത്രിയായിട്ടിരുന്നു. അദ്ദേഹമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി. ആൽബേനിയൻ നടി അനില ബിഷ ആ രാജ്യത്തെ സർക്കാരുമായി ഒരു മന്ത്രിയുടെ കാര്യത്തിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചു. ആ മന്ത്രിയുടെ പേരെന്താണ്? ഡീല. ആദ്യത്തെ AI ജനറേറ്റഡ് മന്ത്രിയാണ് ഡീല. AD റാമയാണ് ഡീലയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത്. ഡീല എന്ന വാക്കിന്റെ അർത്ഥം സൂര്യൻ എന്നാണ്. ജ്ഞാനഭാരം എന്ന പ്രശസ്ത നോവലിൽ കാലഹരണപ്പെട്ട ഒരു വിജ്ഞാനകോശത്തിന്റെ 12 വോള്യങ്ങളും വായിച്ചു തീർക്കുക എന്നത് ജീവിതവ്രതമാക്കിയ കൈലാസ് പാട്ടീലാണ് നായകൻ. ജ്ഞാനവും വിജ്ഞാനവും എത്രമാത്രം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നുവെന്ന തിരിച്ചറിവിലേക്ക് നയിക്കുന്ന ഈ നോവൽ ആരുടേതാണ്? ഉത്തരം E. സന്തോഷ് കുമാർ. അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ സെൻസർഷിപ്പ് മൂലം പ്രശസ്തമായ ഒരു കാർട്ടൂൺ വാരിക അടച്ചുപൂട്ടാൻ തീരുമാനിച്ചു. പ്രശസ്തനായ ഒരു മലയാളി പത്രാധിപരായ ആ വാരിക ഏതായിരുന്നു? ഉത്തരം ശങ്കേഴ്സ് വീക്ക്ലി. K. ശങ്കർ പിള്ളയായിരുന്നു ഇതിൻ്റെ പത്രാധിപർ. 1948 ഗാസയിൽ നിന്ന് ജോർദാനിലേക്ക് പലായനം ചെയ്ത അയർലൻഡ് ദമ്പതികളുടെ മകൻ 2025 നോബൽ സമ്മാന ജേതാവായിരുന്നു. ആരാണത്? ഒമർ യാഗി. അദ്ദേഹത്തിന് 2025 കെമിസ്ട്രിക്കുള്ള നോബൽ അവാർഡാണ് കിട്ടിയത്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്ത്രീകളായിരുന്ന ഇന്ത്യയിലെ ഏക നിയമസഭ ഏതാണ്? ഡൽഹി നിയമസഭ. പരസ്യചിത്രരംഗത്തെ അതികായനായ പീയൂഷ് പാണ്ഡെ രചിച്ച് ഭീംസെൻ ജോഷി സംഗീത സംവിധാനം നിർവഹിച്ച ഗാനമാണ് മിലേ സുർ മേരാ തുമാര. ഈ ഗാനത്തിന് കൃഷ്ണൻ അയ്യപ്പൻ എന്നയാൾ അഭിനയിച്ചതും JJ കുരുവിള പാടിയതുമായ മലയാളം വരികൾ ഏതാണ്? എൻ്റെ സ്വരവും നിങ്ങളുടെ സ്വരവും ഒത്തുചേർന്ന് നമ്മുടെ സ്വരമായി. കേരളത്തെ അതിദാരിദ്ര്യരഹിത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ സഹായിച്ചുകൊണ്ട് 2021 ആരംഭിച്ച പദ്ധതിയായ EPEPയുടെ പൂർണ്ണരൂപം എന്താണ്? എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോജക്റ്റ്. കേരളം 2025 നവംബർ 1 ഇന്ത്യയിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. തുമ്പയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണത്തിൽ നിർണായക പങ്ക് വഹിച്ച് ഫോട്ടോയിൽ കാണുന്ന ഈ വ്യക്തിയെ തിരിച്ചറിയുക. ഉത്തരം ഡോക്ടർ EV ചിറ്റ്നിസ്. അദ്ദേഹം APJ അബ്ദുൽ കലാമിൻ്റെ സഹപ്രവർത്തകനായി ISROയിൽ പ്രവർത്തിച്ചിരുന്നു.
പാരീസിലെ ലൂവ്രെ മ്യൂസിയത്തിൽ നിന്ന് ഈയിടെ നെപ്പോളിയൻ മൂന്നാമൻ്റെ ഭാര്യയുടെ അമൂല്യമായ കിരീടാഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടു. ഏകദേശം 11 ആഭരണങ്ങൾ മോഷ്ടിച്ചു. 1911 ലൂവ്രെ ഒരു ഇറ്റാലിയൻ ജീവനക്കാരനായ വിൻസെൻസോ പെറുജിയ പ്രശസ്തനായ ഒരു ഇറ്റലിക്കാരൻ്റെ കലാസൃഷ്ടി മോഷ്ടിച്ചതായിരുന്നു ഇതിനു മുമ്പ് നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ കലാമോഷണം. 2 വർഷത്തിനു ശേഷം തിരിച്ചു കിട്ടിയ ആ കലാസൃഷ്ടി ഏതായിരുന്നു? ഉത്തരം മൊണാലിസ.